അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ 9ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം അജ്റുൽ ഹാജിൽ മുഹ്രിമി, ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലം. ഈ പാഠത്തിന്റെ തദ്രീബാത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നുജീബു ബി കലിമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം നൽകുക. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് എത്ര ദർജ പ്രതിഫലമുണ്ട്? 27 ദർജ. 2. ഇസ്ലാമിന്റെ സമത്വവും സാഹോദര്യവും വ്യക്തമാക്കുന്ന നിശ്ചയനയുള്ള ഒരു കർമ്മം ജമാഅത്തായുള്ള നിസ്കാരം. 3. ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ പ്രായശ്ചിത്തമായി 27 തവണ ഇശാ നിസ്കരിച്ച മഹാൻ ഉബൈദുല്ലാഹി ഉമറുൽ ഖവാരീരി. 4. ഒരു നാട്ടിൽ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി ഫർള് കിഫായ ആണ്. നുജീബു, ഉത്തരയിത്. ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കപടവിശ്വാസിയോ രോഗിയോ അല്ലാതെ ജമാഅത്ത് ഒഴിവാക്കുകയില്ല. 2. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആർക്ക്? വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് ജമാഅത്തിന് പോകുന്നവന്. 3. പങ്കെടുക്കൽ കറാഹത്തുള്ള ജമാഅത്ത് ഏത്? ഇമാം ബിദ്അത്തുകാരനോ ഫാസിഖോ നിസ്കാരത്തിന്റെ ചില റുക്നുകളോ ഷർത്തുകളോ നിർബന്ധമില്ലെന്ന് വിശ്വസിക്കുന്നവനോ ആയ ജമാഅത്ത്. അങ്ങനെ ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ പങ്കെടുക്കൽ കറാഹത്താണ്. കുറഞ്ഞ ആളുകളുള്ള ജമാഅത്താണ് ശ്രേഷ്ഠം. എപ്പോൾ? അതിന്റെ ഇമാമ്, അറിവ്, സൂക്ഷ്മത തുടങ്ങിയ കാരണങ്ങളാൽ ഇമാമത്തിന് കൂടുതൽ യോഗ്യൻ ആണെങ്കിൽ. 5. ജമാഅത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ തന്റെ മുസല്ലയിൽ ജമാഅത്തിനെ കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നിസ്കാരത്തിലായിരിക്കും, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. 6. ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാം. എപ്പോൾ? ലഭിക്കും. എപ്പോൾ? ഇമാം സലാം വീഴ്ത്തിയതിന് മുമ്പ് തീർന്നാൽ. ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും എപ്പോൾ? ഇമാം സലാം വീഴ്ത്തുന്നതിന് മുമ്പ് തുടർന്നാൽ. 7. ഒരിക്കൽ നിർവഹിച്ച ഫർള് നിസ്കാരം വീണ്ടും നിസ്കരിക്കൽ സുന്നത്താകുന്നതിനുള്ള നിബന്ധനകൾ ഏതെല്ലാം? 4 നിബന്ധനകളാണ്. ഒന്ന്, ജമാഅത്തായി മടക്കുക. 2, പ്രസ്തുത നമസ്കാരത്തിന്റെ സമയത്ത് തന്നെയാവുക. 3, ഒരു തവണ മാത്രമാവുക. 4, ഫർള് എന്ന നിയ്യത്തോടെ ആവുക. അപ്പൊ ജമാഅത്ത് കിട്ടുകയാണെങ്കിൽ
നിസ്കരിച്ച നിസ്കാരം വീണ്ടും മടക്കൽ സുന്നത്തുള്ളൂ. പിന്നെ നിസ്കരിക്കുന്ന അതേ സമയത്ത്, നിസ്കാരത്തിന്റെ അതേ സമയത്തായിരിക്കണം ളുഹൂർ രണ്ടാമത് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹൂറിന്റെ സമയത്തായിരിക്കണം. ഒരു വട്ടേ മടക്കൽ സുന്നത്തുള്ളൂ. പിന്നെ മടക്കുന്നവനും നിസ്കാരം സുന്നത്തായിട്ട് വരികയാണെങ്കിൽ നിയ്യത്തും തന്നെ വെക്കണം, ഫറള് എന്നത് നിയ്യത്ത് വെക്കണം. 8 2 സുരക്ഷിതത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്ക്? തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന രൂപത്തിൽ 40 ദിവസം ജമാഅത്തായി നിസ്കരിക്കുന്നവനെ. പരിശ്രമിച്ചോളി മക്കളെ, കുട്ടിക്കോ ഇൻഷാ അല്ലാഹ്. 9 മസ്ബൂത്ത് അറിയാതെ വജ്ജഹത്ത് ഓതിയാൽ എന്ത് ചെയ്യണം? ഇമാം റുക്കുഅയിൽ പോയ ശേഷം അവൻ വജ്ജഹത്ത് ചൊല്ലി അത്രയും സമയം ഫാത്തിഹയിൽ നിന്ന് ഓതിയ ശേഷം റുക്കുഅയിലേക്ക് പോവുക. തഖ്സീസ ഒരു പ്രസംഗം ഉണ്ടാക്കാൻ. എന്താണ് പ്രസംഗം? ഉബൈദുല്ലാഹി ഉമറുൽ ഖവാരീരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കൂലേ? വായിക്കണോ? അങ്ങോട്ട് വലുതാവും. വായിച്ചാലേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നിസ്കാരം. അത് സംഘടിതമായി നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. മഹാനായ താബിഈ പണ്ഡിതൻ ഉബൈദുല്ലാഹി ഇബ്നു ഉമറുൽ ഖവാരീരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് വലിയൊരു പാഠമാണ്. ബസ്റയിലെ വലിയൊരു ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു. അതിഥിയെ സൽക്കരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം അറിയാതെ ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കടന്നുപോയി. പള്ളിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞുപോയിരുന്നു. പള്ളികളെല്ലാം അടച്ചിരിക്കുന്നു. ഒരു വഖത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ജമാഅത്തിന് ഒരു ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ പ്രതിഫലം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ വീട്ടിൽ തിരിച്ചെത്തി 27 തവണ ഇശാ നിസ്കാരം നിർവഹിച്ചു, ആവർത്തിച്ചു നിസ്കരിച്ചു. ആ രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു കൂട്ടം ആളുകൾ കുതിരപ്പുറത്ത് വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹം അവർക്ക് പിന്നിലായി തന്റെ കുതിരയെ പരമാവധി വേഗതയിൽ ഓടിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ സംഘത്തോടൊപ്പം എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ആ സംഘത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു, താങ്കൾ ഈ കുതിരയെ എത്ര കഷ്ടപ്പെടുത്തിയാലും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയില്ല. കാരണം ഞങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചവരാണ്, താങ്കളാകട്ടെ ഒറ്റക്കും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: നമ്മൾ എത്ര തവണ ഒറ്റക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ പദവിക്ക് അത് തുല്യമാകില്ല. ലോകത്ത് ഏത് തിരക്കിനേക്കാളും വലുത് അള്ളാഹുവിലേക്കുള്ള വിളിയാണെന്ന് നാം തിരിച്ചറിയണം. ഇതാണ് പ്രസംഗം. ഈ ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം വിവരിച്ച ഹദീസുകൾ ക്രോഡീകരിച്ച് എഴുതുക. ഇപ്പൊ തന്നെ 9 മിനിറ്റായി വീഡിയോ. സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുൽ സ്വലാത്തുൽ ഫർദി ബി27 ദറജ. ഒരു ഹദീസ് അർത്ഥം നോക്കി എഴുതിക്കോ. 2 ബശീരിൽ മശായിന ഫുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. 2 മൻ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫഹുവ ഫി ദിമ്മത്തില്ലാ. 3 മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ വമൻ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലാ. 4 മാ മിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ബദവിൻ വലാ തുഖാമു ഫീഹിമുസ് സ്വലാ
إلا قد استحوذ عليهم الشيطان فعليك بالجماعة من تولى لصلاة فأصبح الوضوء ثم مشى إلى الصلاة المكتوبة فصلاها مع الناس أو مع الجماعة أو قال في المسجد غفر الله له. അടച്ച റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ബുദ്ധി ഏറ്റിത്തരണേ അല്ലാഹു, ഓർമ്മശക്തി ഏറ്റിത്തരണേ അല്ലാഹു. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കി തരണേ അല്ലാ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ഉസ്താദുമാർ, ഉമ്മമാർ, ഉപ്പമാർ, ബന്ധുമിത്രാദികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹു. അവരെ ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കി കൊടുക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.